ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ റെനോൾട്ടിൻ്റെ ബാറ്ററിക്ക് എന്തോ ഒരു പ്രശ്നം, ആൾട്ടർനേറ്റർ നോട്ട് വർക്കിംഗ് എന്ന് കാണിച്ചു. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു റെനോൾട്ടിൻ്റെയും വോൾവോയുടെയും കമ്പൈൻ ആയിട്ടുള്ളൊരു സർവീസ് സെൻ്റർ ഉണ്ടായിരുന്നു. നമ്മളവിടെ വന്നു നമ്മളെ ഹെഡും ട്രെയിലറൊക്കെ വിടുത്തി വെച്ചേക്കാണ്. അവരവിടെ ചെക്ക് ചെയ്യണം, ആ കേബിളിനാണെന്ന് തോന്നുന്നു പ്രശ്നം. നമ്മൾ ട്രക്കും ട്രെയിലറൊക്കെ വിടുത്തി നമ്മൾ ട്രെയിലർ ഇവിടെ സെപ്പറേറ്റ് ആക്കി വെച്ചു. ഈ ബാറ്ററിയുടെ ഈ നോബിനെന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ മൊഡ്യൂൾ മാറേണ്ടി വരും മിക്കവാറും. ആണ് നമ്മുടെ ട്രക്ക് കേട്ടോ. ബാറ്ററി കേസ് നമ്മൾ ഊരി വെച്ചു, അവർ ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ നമ്മുടെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. റെനോൾട്ടിൻ്റെയും വോൾവോൻ്റെയും കൂടി സർവീസ് സെൻ്റർ കേട്ടോ. അവിടെ കുറച്ച് വിൻറ്റേജ് കാറ് കണ്ടു, അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു. ഒരു വർക്ക്ഷോപ്പാണ്, ജർമ്മനിയിലാണ് നമ്മളുള്ളത് കേട്ടോ. ജർമ്മനിയിലുള്ള ഒരു വർക്ക്ഷോപ്പാണ്. ഇത് ഒരു വോക്സ് വാഗൻ്റെ ഗോൾഫ് കിടക്കുന്നുണ്ടോ നിങ്ങൾ? എന്ത് ക്യൂട്ടല്ലേ കാറ്. നമ്മുടെ വോക്സ് വാഗൻ്റെ ഗോൾഫ്, അതും സൺ റൂഫ്, മീൻസ് പനോരമിക് റൂഫ് പോലെ നമ്മളെ നാട്ടിലൊന്നും ഈ ടൈപ്പ് ഇല്ല. അതായത് ഓപ്പൺ ചെയ്യാൻ പറ്റിയ റൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റിയ വോക്സ് വാഗൻ്റെ ഗോൾഫാണ്. ഇവിടുത്തെ മെക്കാനിക്കിൻ്റെ ആയിരുന്നതാണ് ഗൈസ്. വോക്സ് വാഗൻ ഗോൾഫ് കാബ്രിലോട്ട് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇതാണ് നമ്മളെ സർവീസ് സെൻറ്റർ. ഒരു വോൾവോൻ്റെ ട്രക്ക് ഇവിടെ കിടക്കുന്നുണ്ട്, ഒരു പഴയ ബെൻസിൻ്റെ ട്രക്ക് അവിടെ കിടക്കുന്നു. അപ്പം ഒരു ഓടി ഇവിടെ പണിയെടുക്കാൻ കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഒരു മസ്താങ്ങിൻ്റെ ഏതൊരു വണ്ടിയാണ്, റെനോൾട്ട് തന്നെ. ഒരു ഹോണ്ടയുടെ ഒരു ബൈക്ക് കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ഫോർക്ക് ലിഫ്റ്റർ. ഇതൊരു വില്ലേജിൻ്റെ ഉള്ളിൽ കേട്ടോ വർക്ക്ഷോപ്പ്. നമ്മൾ ഒരു 5-8 കിലോമീറ്റർ നമ്മൾ ചെറിയ റോഡിലൂടെ വന്നിരിക്കും. അങ്ങനെ നമ്മൾ സർവീസിന് കയറ്റിയതാണ്. അവർ ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ആ ഗോൾഫ് കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മാരുതി 800ൻ്റെ ഒക്കെ ഒരു ടൈപ്പ്, പക്ഷേ ഡിസൈനാണ് ഏകദേശം, പക്ഷേ പവർഫുള്ളാണ് കേട്ടോ വോക്സ് വാഗൺ. അതും അതിൻ്റെ റൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പഴയ മോഡൽ. ഇവിടെ നമുക്ക് യൂറോപ്പിൽ നമുക്ക് പഴയ വണ്ടി എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ 15 കൊല്ലം 20 കൊല്ലം എന്നില്ല, അവരത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. നമ്മുടെ ട്രക്ക് അണ്ടർ സർവീസാണ്. നമ്മൾ ഫ്രാൻസിലേക്ക് പോകുന്ന വഴിയാണ്. നമുക്ക് ഇനി 600 കിലോമീറ്റർ ഉണ്ടായിരുന്നു. മിക്കവാറും ഇന്നിനി അധികം ഓടാൻ പറ്റില്ല. നമ്മൾ വർക്കിംഗ് ടൈം കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നാളെ രാവിലെ എടുത്ത് പോകേണ്ടി വരും. നാളെ രാവിലെ ഒരു 4 മണിക്കൊക്കെ എടുക്കേണ്ടി വരും ഗൈസ്. അപ്പം വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ കയറ്റി നമ്മൾ വണ്ടി ടയർ ലോഡറാണ് കേട്ടോ. അവർ ചെക്ക് ചെയ്ത് വരട്ടെ. നമ്മൾ കമ്പനീനെ വിളിച്ച് പറഞ്ഞു. കമ്പനിയിൽ അപ്പോൾ നമുക്ക് ലൊക്കേഷൻ തന്നു. നമ്മൾ ഉള്ള ലൊക്കേഷനിൽ നിന്ന് 12 കിലോമീറ്റർ ഇപ്പുറത്തായിരുന്നു നമുക്ക് വർക്ക്ഷോപ്പ് കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. വർക്ക്ഷോപ്പ് കയറ്റി നമ്മളെ ഫുൾ വാണിംഗ് ആണ് കേട്ടോ. നമ്മൾ ബാറ്ററിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനടി നമുക്ക് ട്രക്കിൻ്റെ അകത്ത് വാണിംഗ് വരും, എന്തൊക്കെയാണ് ഫാൾട്ട്. ഇവിടെ എന്തോ ഒരു സംരംഭം കൂടി ഉണ്ട് ഗൈസ്. എന്തോ ഒരു ഡ്രിങ്കിങ് വാട്ടർ, അങ്ങനെ എന്തോ ഒരു കൊക്കക്കോള പോലത്തെ എന്തോ ഒരു ഇതും കൂടി അറ്റാച്ച് ചെയ്താണ് വർക്ക്ഷോപ്പ് കിടക്കുന്നത്, ഒറ്റ ബിൽഡിങ്ങിനകത്ത്. അപ്പോൾ അവരെ പാലറ്റുകളാണിത്. ഒരു പാലറ്റിൽ ടോട്ടൽ എത്ര എണ്ണം കിടക്കുന്നുണ്ട്? 4, 5, 20, 40 കേസ് ഉണ്ട് കേട്ടോ. 40 കേസ് എന്തോ ഒരു ഡ്രിങ്കിങ് വാട്ടർ ഒരു പാലറ്റിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ജർമ്മനിയിലുള്ളൊരു ഗ്രാമത്തിൻ്റെ അകത്തുള്ളൊരു വർക്ക്ഷോപ്പാണ്. ഗ്രാമമല്ല, ഓക്കെ. നല്ല തണുപ്പായി തുടങ്ങി കേട്ടോ. നമ്മളെ കൈൻ്റെ വിരലൊക്കെ മരവിച്ച് തുടങ്ങി ഗൈസ്. നല്ല തണുപ്പാണ്. ഇന്ന് നവംബർ 19.